പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു വീഡിയോ കാട്ടിത്തരാം. വിവാദപരമായിട്ടുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം മുതൽ. നോക്കൂ, ഈ മാക്രികൾ, ഈ ദുഷ്ട കമ്മ്യൂണിസ്റ്റ് നരഭോജി മാക്രികൾ ഇവരെത്രത്തോളമാണ് ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. മാത്രമല്ല, ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് എത്രത്തോളം ഭീകരമായിട്ടുള്ള ലെവലിലാണ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഒന്നും പറയുന്നില്ല, കാണാം നമുക്കത്. നോക്കൂ, ഇതാണ് കഴിഞ്ഞ ദിവസം വിവാദപരമായിട്ടുള്ള വി.കെ. പ്രശാന്ത് എന്ന് പറയുന്ന MLA-യുടെ ഓഫീസ് റൂമും അതുപോലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട IPS-കാരിയായിട്ടുള്ള ശ്രീലേഖ IPS-ഉം. നോക്കൂ, ഇവന്റെ റൂമിലേക്ക് കയറിയതിന് ശേഷം, ഇവന്റെ ഓഫീസ് റൂമാണ് ഈ കാണുന്നത്. ഇവന്റെ ഈ ഓഫീസ് റൂമിലൂടെയാണ് ഈ പറയുന്ന ശ്രീലേഖ IPS-ന്റെ ഓഫീസിലേക്ക് കയറാനുള്ള എൻട്രൻസ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ടോ, ഇവന്റെ ഓഫീസ് ഗംഭീരമായിട്ട് AC ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി ഇവന്റെ ഈ സൈഡിലൂടെ കാണുന്നില്ലേ, നോക്കൂ, S മധുസൂദനൻ നായർ, അതായിരുന്നു ശ്രീലേഖ IPS-ന് മുമ്പുള്ള ആ ഒരു കൗൺസിലർ, ഈ ശാസ്തമംഗലത്തെ ഈ കൗൺസിലർ. ഇതാണ് ശ്രീലേഖ IPS-ന്റെ ഈ റൂം. വലിയ ഓഫീസ് സൗകര്യമൊക്കെ കൊടുത്തു എന്ന് പ്രശാന്തിന്റെ ആ വായ്ത്താളമൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനി നോക്കൂ, ഇവരുടെ ഒരു സിംഗിൾ സ്പേസ് ആണ്. ഇനി ഇവരുടെ ഫയലുകളൊക്കെ സൂക്ഷിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള ഈ പറയുന്ന കൗൺസിലർ ഇരിക്കേണ്ട, നോക്കൂ, ഈ ക്ലോസറ്റ് ഒക്കെ വെച്ച ഈ ബാത്റൂം സ്പേസിലാണ് ഇവൻ പറഞ്ഞ എല്ലാ ആധുനിക സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു ഓഫീസ് ഈ പറയുന്ന ശ്രീലേഖയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഭരണ പരിഷ്കാരണങ്ങളിൽ പെട്ടതാണ് എന്നൊക്കെ വലിയ കാരണമൊക്കെ നിരത്തി പറഞ്ഞവനാണ്. നോക്കൂ, ഒരു ഫയൽ വെക്കാനുള്ള ഒരു അലമാര, അതുപോലെ ഷെൽഫ്, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്ലോസറ്റ് അടക്കമുള്ള ഈ പറയുന്ന ടോയ്ലറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇവന്റെ ഓഫീസ് നമ്മൾ ഒന്നുകൂടി കാണേണ്ടതുണ്ട്. ഇവിടെ നിന്ന് മെല്ലെ പുറത്തോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ പറയുന്ന ശ്രീലേഖ IPS ഉപയോഗിക്കുന്ന ഓഫീസ്. ഒരു സിംഗിൾ കുഞ്ഞു റൂമും അതിനോട് ചേർന്ന് ഓഫീസിന്റെ ഈ ടോയ്ലറ്റും നമ്മൾ കണ്ടു. ഇനി പ്രശാന്തിന്റെ ഓഫീസാണ് ഈ കാണിക്കുന്നത്. ഗംഭീരമായിട്ട് അവിടെ ഫ്രണ്ട് ഓഫീസാണ് ഈ കാണിക്കുന്നത്. ഇനി ഫ്രണ്ട് ഓഫീസിന്റെ അപ്പുറത്തെ ഭാഗത്താണ് വി.കെ. പ്രശാന്തിന്റെ AC ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഗംഭീര ഓഫീസ് റൂം. അതിന്റെ ആ ഒരു ഗ്ലാസ് ഡോറൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമുക്കത് ഇങ്ങനെ കണ്ടു നോക്കാം. കണ്ടില്ലേ, ഇതാണ് അവനിരിക്കുന്ന ഓഫീസ്. അവനിരിക്കുന്ന ഓഫീസിന്റെ ഫ്രണ്ട് ഓഫീസാണ് ഇപ്പുറത്തുള്ളത്. ഇവന്റെ ഓഫീസിലേക്ക് കയറിയതിനു ശേഷം മാത്രമേ ഈ പറയുന്ന ശ്രീലേഖ IPS-ന് ഇവനൊക്കെ അലോ ചെയ്തിട്ടുള്ള ആ ഓഫീസിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. കണ്ടില്ലേ, ഇവരുടെ ഫ്രണ്ട് ഓഫീസാണിത്. ഈ ഫ്രണ്ട് ഓഫീസിനോട് ചേർന്നിട്ടാണ് ശ്രീലേഖ IPS ഇരിക്കേണ്ട ആ ഓഫീസിന്റെ എൻട്രൻസ് പോലും. ആലോചിച്ച് നോക്കും, ഇവൻ പറയുന്നത് എന്താണ്? ഇത്രയും ആധുനിക സൗകര്യത്തോടു കൂടി നമ്മൾ ശരിയാക്കി കൊടുത്ത എൻ്റെ ഭരണ പരിഷ്കാരത്തിൽ ചെയ്തു കൊടുത്തതൊക്കെ വലിയ വായിൽ ഇവനൊക്കെ പറയുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ പച്ചം നുണകൾ എങ്ങനെയാണ് പടച്ചിറക്കുക എന്നുള്ളതൊക്കെ. ഇനി ഇതൊന്നും അല്ല രസം. ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ? ഇവന് 872 രൂപയാണ് ഇത്രയും ആധുനിക സൗകര്യത്തിലുള്ള ശാസ്തമംഗലം പോലെയുള്ള വലിയൊരു ടൗണിൽ തന്നെ ഇത് 300 സ്ക്വയർ ഫീറ്റിന് അടുത്തുള്ള വലിയൊരു സ്പേസ് ഇവന് കിട്ടിയിട്ട് ആ സ്പേസിന് ഇവൻ കൊടുക്കുന്ന വാടക 872 രൂപയാണ്. പിന്നെ ഇവൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ 7 വർഷമില്ലാത്ത പ്രശ്നം BJP കൗൺസിലർ ശ്രീലേഖ IPS-ന് ഇപ്പോഴെങ്ങനെയാ വന്നതെന്നുള്ളതാണ്. നോക്കൂ, അവരൊരു സ്ത്രീയാണെന്ന പരിഗണന പോലും കൊടുക്കാതെ ഈ നാറിയ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരമൊക്കെ നമ്മൾ കണ്ടു. ഇതിനു മുൻപ് ഇവർക്ക് ഇരയായിട്ടുണ്ടായിരുന്ന സുരേഷ് ഗോപി ആയിരുന്നു. ഇപ്പൊ സുരേഷ് ഗോപി കഴിഞ്ഞ് ഇപ്പൊ ശ്രീലേഖ IPS-ലേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലും ഇവന്റെ കയ്യും കാലും പിടിച്ച് ഇവന്റെ ഓഫീസിൽ പോകേണ്ട അവസ്ഥയാണ്. കാരണം ഇവരുടെ ടോയ്ലറ്റിൽ വെച്ചിരിക്കുന്നത് ഷെൽഫും അതുപോലെ ഇവരുടെ മേശയും ഒക്കെയാണ്. കാരണം അത്ര സ്ഥലപരിമിതിയാണ്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് ഈ ചങ്ങാതിയോട്, എടാ ചങ്ങാതി, ഒന്ന് 872 രൂപയൊക്കെ കൊടുത്ത് ചെറിയ വലിയ റെന്റ് ഒക്കെ കൊടുത്ത് ജീവിക്കുകയല്ലേ, എല്ലാ ആധുനിക സൗകര്യത്തോടും കൂടി. ഇവന് MLA ഹോസ്റ്റലിൽ കൃത്യമായിട്ട് 2 റൂം സൗകര്യമുണ്ട്, 2 ഓഫീസ് റൂം സൗകര്യമുണ്ട്. അവിടെയൊന്നും പറ്റില്ല. കാരണം എന്താ, 872 രൂപ ഇവിടെ കൊടുക്കുന്നത്. അതിലൂടെ അവൻ എടുക്കുന്ന പൈസ, എഴുതിയെടുക്കുന്ന പൈസ എത്രയെന്നുള്ള കണക്ക് നിങ്ങൾക്കൊന്ന് അറിയണ്ടേ? ഇത് ആർക്കും കിട്ടുന്ന കണക്കാണ്. ഗൂഗിളിൽ നിങ്ങൾ കൊടുക്കേണ്ടത് കേരള MLAs സാലറീസ് ആൻഡ് അലവൻസ് എന്നൊന്നും നിങ്ങൾ കൊടുത്തു നോക്കുക. ഗൂഗിളിൽ കയറിയിട്ട് ഗൂഗിളിൽ പച്ച മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയുമോ? കേരളത്തിലെ MLA-മാർക്ക് പ്രതിമാസം ഏകദേശം 70,000 പാക്കേജ് ലഭിക്കുന്നു. അതായത് ശമ്പളത്തിന് പുറമെയാണ് ഈ പാക്കേജ് ലഭിക്കുന്നത്. ശമ്പളം ഇതിൽ പെടുന്നില്ല. ഇതില് ഇവരുടെ അലവൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? മണ്ഡല അലവൻസ് ആയിട്ട് 25,000 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്രട്ടറിയൽ ഓഫീസ് അലവൻസ് എന്ന് പറഞ്ഞിട്ട്
കൊടുത്തിട്ട് 20,000 രൂപ ഏകദേശം കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും വലിയ കോമഡി, ടെലിഫോൺ അലവൻസ് 11,000 രൂപയാണ്. ഇത് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഇനി ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഗൂഗിളിനെതിരെ പിണറായി തമ്പ്രാന്റെ പോലീസ് കേസെടുക്കണം. കാരണം MLA സാലറി ആണ്ട് അലവൻസ് 6 കൊടുത്തു കഴിഞ്ഞാലും കാണിക്കുന്ന വിവരങ്ങളാണ്. ഇത് തെറ്റായ വിവരമാണെങ്കിൽ ഈ പറയുന്ന കേസ് ഗൂഗിളിനെതിരെ ഒന്ന് എടുക്കാനുള്ള നട്ടെല്ല് കൂടി കേരള പോലീസ്, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുമെന്ന് കരുതാം. നോക്കൂ, ടെലിഫോൺ അലവൻസ് 11,000 രൂപയാണ്. പണ്ട് കാലത്തുള്ള ആ അലവൻസ് ആ രീതിയിൽ തന്നെ തുടർന്ന് പോരുകയാണ്. എന്തുകൊണ്ടാണ് 11,000 രൂപയ്ക്ക് പണ്ട് കാലത്തുണ്ടായിരുന്നത്? നമുക്ക് പണ്ട് കാലം ലാൻഡ് ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു MLAക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളി, അങ്ങോട്ടും വിളി, അങ്ങനെ എന്തായാലും 11,000 രൂപയൊക്കെ വരും നമുക്ക് കരുതാം. എന്നാൽ ഇന്ന് വെറും 290 അല്ലെ 300 രൂപയുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ സഹിതം ഒരു മാസം 28 ദിവസം എത്ര അൺലിമിറ്റഡ് ആയിട്ട് കോൾ ചെയ്യാമെന്നിരിക്കെ ഇവന് കൊടുക്കുന്ന അലവൻസ്, ഇവൻ എഴുതിയെടുക്കുന്ന അലവൻസ് ഗൂഗിളിൽ കൃത്യമായിട്ട് പറയുന്നത് 11,000 രൂപയാണ്. ഇനി വിവര അലവൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എന്താന്നുള്ള ഇവൻ തന്നെ വിവരം അറിയുമെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും 4,000 രൂപയാണ്. ഇനി സഞ്ചയ അലവൻസ് പറഞ്ഞിട്ട് വേറൊരു സാധനം ഉണ്ട്, അത് 8,000 രൂപയാണ് കേട്ടോ. ദിവസ അലവൻസ്, അതായത് അങ്ങോട്ടും വണ്ടി ഓടിച്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവന്റെ ഇട്ടാവട്ടത്തിലുള്ള മണ്ഡലത്തിലാണെങ്കിൽ 1000 രൂപയുണ്ട്. ഇനി മണ്ഡലത്തിന് പുറത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ അതിന് മുകളിൽ അവൻ കൊടുക്കുന്ന കണക്ക് പ്രകാരമാണ്. ഇത്തരത്തിൽ ഏകദേശം പ്രതിമാസ യാത്രാ അലവൻസ് എത്രയെന്ന് അറിയാമോ? 20,000 രൂപയാണ്. ആകെ ഇത്തരത്തിലൊക്കെ കൂടെ കണക്കൂട്ടാണെങ്കിൽ ഏകദേശം 70,000 രൂപയ്ക്ക് അടുത്ത് വ്യത്യസ്ത രീതിയിലുള്ള അലവൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഞാനടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശെടുത്ത് ഇവൻ എഴുതി എല്ലാ MLAമാരും എഴുതി നക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. എന്നിട്ടാണ് വെറും 872 രൂപ, അതും ശാസ്തമംഗലം പോലെയുള്ള തിരക്ക് പിടിച്ചൊരു ടൗണിൽ ഈ പറയുന്ന എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് MLAയുടെ ഓഫീസ് എന്ന് പറയുന്ന വലിയ ബോർഡും വെച്ചുകൊണ്ട് ഈ ദുർപ്രവൃത്തി ചെയ്യുന്നത്. അതാണ് അഡപടലം മൂഞ്ചിയിരിക്കുന്നത്, അഡപടലം പൊളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ IPSന് ഇതെല്ലാം പൊളിച്ചെടുക്കാൻ കാരണമായി എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ബിഗ് സല്യൂട്ട് തന്നെ നൽകേണ്ടതുണ്ട്. നോക്കൂ, ശ്രീലേഖ IPS ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകാതെ സ്വന്തം അനിയനോട് പറയുന്ന രീതിയിൽ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആ റിക്വസ്റ്റിനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണ, അതല്ലെങ്കിൽ ഒരു ആവറേജ് മാക്രി ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ, കമ്മ്യൂണിസ്റ്റ് നരഭോജി ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ, അവൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് മോങ്ങിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇന്ന് രാവിലെ അവൻ മോങ്ങുന്നത് കണ്ടു, അവന് വ്യക്തിഹത്യ നടത്തുന്നുണ്ട് അത്രേ. നമുക്ക് വ്യക്തിഹത്യ എന്ന് ഇവന് ഉദ്ദേശം എന്ന് പറയുമ്പോൾ 872 രൂപയ്ക്കാണ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ ചെങ്ങാതി ഈ ഓഫീസ് സൗകര്യം അനുഭവിച്ചു പോകുന്നത്. മിനിമം 60,000-70,000 രൂപ കിട്ടേണ്ട ഈ കോർപ്പറേഷന്റെ ഈ ഹാള്, അല്ലെങ്കിൽ ഈ പറയുന്ന സൗകര്യമുള്ള ഈ റൂം സൗകര്യം 300 സ്ക്വയർ ഫീറ്റ്, അതിനിവൻ വെറും 872 രൂപയാണ് കൊടുത്തത് എന്ന് ആ അടപടല നാട്ടുകാർ മൊത്തം അറിഞ്ഞപ്പോൾ അവരെ വ്യക്തിഹത്യ നടത്തുകയാണ് അത്രയും. നമുക്ക് ഒരു സ്ത്രീ ആയിട്ടുള്ള ആ സഹോദരിയുടെ, ശ്രീലേഖ IPS അല്ല, ഇനി വേറെ ഏതൊരു സഹോദരി ആയിക്കോട്ടെ, ഒരു കോൺഗ്രസ്സുകാരി ആയിക്കോട്ടെ, ഇനി കമ്മ്യൂണിസ്റ്റുകാരി ആയിക്കോട്ടെ, ഒരു സ്ത്രീയുടെ ഓഫീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ഓഫീസിൽ ഈ ഫ്രണ്ട് ഓഫീസ് കടന്ന് അവിടെ കുറെ മണകൊണാഞ്ചന്മാർ ഇരിക്കുന്നുണ്ടാവും. ആ മണകൊണാഞ്ചന്മാരുടെ ഇടയിലൂടെ കയറി ചെന്നിട്ട് വേണം, എന്നിട്ടോ ആ ഓഫീസ് സൗകര്യത്തിനോട് ചേർന്നിട്ടുള്ള ടോയ്ലറ്റിൽ തങ്ങളുടെ അലമാരയും മറ്റും വെക്കേണ്ടി വരുന്ന ദുരവസ്ഥ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും. അതിനെയാണ് ഇവൻ പരിഹസിച്ചുകൊണ്ട് ഇവന്റെ സ്വതസിദ്ധമായിട്ടുള്ള അന്തംഗമ്മിയുടെ മാക്രിയുടെ സ്വഭാവത്തോടു കൂടി മാധ്യമങ്ങളിൽ ഇത്രയ്ക്ക് ഇങ്ങോട്ട് ആഘോഷിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തത്. പക്ഷേ സ്വന്തം തോക്കിൽ നിന്ന് ഉണ്ട വെച്ചിട്ട് അത് സ്വന്തം കുണ്ടിയിൽ കൊണ്ടു എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതിലാ? തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്. എന്റെ കുണ്ടിയിൽ ഉണ്ട കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു മരത്തിൽ പിടിച്ചുകൊണ്ട് ചാരി നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗില്ലേ, ആ ഡയലോഗാണ് സത്യത്തിൽ ഇന്ന് രാവിലെ ഇവൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, എന്നെ വ്യക്തിഹത്യ നടത്തുക. എടോ, നിന്നെ വ്യക്തിഹത്യ നടത്തുകയല്ല, നീ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് 872 രൂപ വാടകയും കൊടുത്ത് കഴിഞ്ഞ 7 വർഷം, ഇവൻ ഈ കഴിഞ്ഞ 7 വർഷം എന്ന് പറഞ്ഞാൽ മോങ്ങുന്നത് എന്തെന്നറിയാമോ? ആര്യ രാജേന്ദ്രൻ, നമ്മുടെ കുടുവാവയൊക്കെ ഇത് കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇന്ന് ഞെട്ടിക്കുന്ന വേറെ വാർത്തകളും ഏഷ്യാനെറ്റിലൊക്കെ ഞാൻ ഇന്ന് രാവിലെ സ്ക്രോൾ വാർത്തയായിട്ട് കണ്ടു. അതായത് 250 രൂപ മുതലൊക്കെ ഇത്തരത്തിൽ പല റൂമുകളും കോർപ്പറേഷൻ എഴുതി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് മാക്രികൾക്ക്. എന്നിട്ട് ഈ മാക്രികൾ ഈ റൂം എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് മറിച്ച് 15,000-30,000 രൂപയ്ക്ക് മറിച്ചു കൊടുത്തിട്ടുണ്ടെന്ന വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ശ്രീലേഖ IPS ചെയ്ത വലിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ മാക്രികളുടെ ഈ വലിയ പകൽക്കൊള്ളയുണ്ടല്ലോ, ആ പകൽക്കൊള്ളയാണ് പൊളിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് 10,000
പതിനായിരക്കണക്കിന് രൂപ ഇവർക്ക് വ്യത്യസ്ത രീതിയിൽ അലവൻസ് കിട്ടുന്നുണ്ട് എന്നിരിക്കെ MLA ഹോസ്റ്റലിൽ ഇവൻ ഏകദേശം 300 സ്ക്വയർ ഫീറ്റിന് അടുത്ത് ഇവന് 2 ഡബിൾ റൂം ആയിട്ടുള്ള ഒരു ഓഫീസ് റൂം ഉണ്ട് എന്നിരിക്കെ അതൊന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ വേറെ ഇവിടെ എന്താണ് കോർപ്പറേഷന്റെ വക 872 രൂപയ്ക്ക് 7 വർഷമായിട്ട് ഇവൻ ഇതിങ്ങനെ അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഇവനെ ഇനി ഇറക്കി വിടേണ്ടത് ഈ നാട് ഒന്നടങ്കമാണ്. നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തവന്മാർ ഇങ്ങനെ അട്ട കടിച്ച് കുടിച്ചിരിക്കുന്ന പോലെ ചോര കുടിച്ച് കുടിക്കുന്ന ഇങ്ങനെ തൂങ്ങിയിരിക്കുമെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് ഇവനെയൊന്നും അടിച്ചോടിച്ചാലും ഇവനൊന്നും ഓടില്ല. നാണവും മാനവും ഉളുപ്പൊക്കെ ജന്മനാ കിട്ടേണ്ടതാണല്ലോ. അത്യാലുള്ളത് തൂത്താൽ പോവില്ല എന്ന് പറഞ്ഞ പോലെ, അതല്ലെങ്കിൽ അമ്മ അച്ഛന്മാരിൽ നിന്നൊക്കെ സംസ്കാര സമ്പന്നമായി കിട്ടേണ്ടതാണ് നാണവും മാനവും ഉളുപ്പും. അതില്ലായ്മയാണല്ലോ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ബേസിക് ആയിട്ടുള്ള ആ യോഗ്യത. അതുകൊണ്ട് ഇവൻ അത് ഇഷ്ടം പോലെയുണ്ട്. എന്തായാലും ശ്രീലേഖ IPS കൃത്യമായിട്ടും ചൂണ്ടിക്കാണിച്ച ചെറിയൊരു പോയിന്റ്, അവർ തമ്മിൽ നടന്ന ഒരു ചെറിയൊരു ആശയവിനിമയം, അതിൽ തന്നെ സഹോദരി സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ റിക്വസ്റ്റ്, അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളമ്പിക്കൊണ്ട് ഈ ശ്രീലേഖ IPSനെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയ ഇവന്റെ സ്വന്തം കുണ്ടിയിലേക്ക് തന്നെയാണ് ഈ ഉണ്ട ചെന്ന് കയറിയത്. ശ്രീനിവാസന്റെ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ ആ ഉണ്ട ഇനി എങ്ങനെ മാന്തി പൊളിച്ചാലും ചോര വരാതെ ഇരിക്കില്ല. കാരണം ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മാക്രികൾ 2 തവണ ഇവിടെ തുടർച്ചയായിട്ട് ഭരിച്ചതിന്റെ ഗുണം കൃത്യമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ത്രിപുരയിലും ബംഗാളിലും എന്താണോ നടന്നത്, ഈ മാക്രികൾ, ഈ കമ്മ്യൂണിസ്റ്റുകൾ തുടർച്ചയായിട്ട് ഭരിച്ചാൽ അത് തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിലായി ഹബ്ബാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു. ദൈവത്തിന്റെ നാടായിരുന്ന ഈ നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റാൻ വേണ്ടി ലഹരി, അത് മാരക ലഹരികളൊക്കെ ഒഴുക്കിക്കൊണ്ട് അത് നവോത്ഥാനം എന്ന പേരിൽ ആഘോഷിച്ചുകൊണ്ട് ഈ കേരളത്തെ ചെകുത്താന് കൂട്ടിക്കൊടുത്ത എല്ലാവിധ തെണ്ടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും കമ്മ്യൂണിസ്റ്റുകളുടെ അതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് നിമിത്തമായിട്ടുള്ള ശ്രീലേഖ IPS, ആ മേഡത്തിന്, ആ സഹോദരിക്ക്, ആ അമ്മയ്ക്ക് ബിഗ് സല്യൂട്ട് തന്നെ നൽകേണ്ടതുണ്ട്. എന്തായാലും വരും നാളുകളിൽ 200 രൂപയ്ക്ക് മുകളിലൊക്കെ മാസത്തിന് ഇത്തരത്തിൽ ഒരുപാട് കോർപ്പറേഷൻ കീഴിലുള്ള ഹോളുകളും റൂമുകളും ഒക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് അത് മറിച്ച് നൽകി സുഖിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളെ പൊളിച്ചെടുക്കാൻ എന്തായാലും ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങും. അതിനുള്ള ദൃക്സാക്ഷ്യം തന്നെയാണ് ശ്രീലേഖ IPSന്റെ ഈ വിഷയം നടന്നതിന് ശേഷം അവർക്കുള്ള ജനപിന്തുണ. വട്ടിയൂർക്കാവിലെ MLA എന്ന് പറയുന്ന പ്രശാന്തിന്റെ യഥാർത്ഥത്തിലുള്ള ദുഷ്ടക്രൂര മുഖം ജനങ്ങൾ കണ്ടു ചാനലുകളിലൂടെ. ഇന്ന് എല്ലാ വിവരങ്ങളും ജനങ്ങളുടെ മൊബൈലിൽ 1-2 ക്ലിക്കിൽ തന്നെ കിട്ടുമെന്നിരിക്കെ ഈ മണ്ടൻ മാക്രികൾ, ഈ കമ്മികൾ, ഈ ദുഷ്ടവർഗം ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് ഇനി നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.